ഇതുപോലെ നോർമൽ ലുക്സിൽ വരുന്ന വീഡിയോസിനൊക്കെ എങ്ങനെ നമ്മൾ ഇതുപോലെയുള്ള പ്രൊഫഷണൽ അല്ലെങ്കിൽ സിനിമാറ്റിക് ലുക്കിംഗ് വരുന്ന വീഡിയോ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. സോ സിനിമാറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ മാത്രമല്ല ഒരു മെയിൻ ഘടകം, ലൈറ്റിംഗ് കൂടിയാണ്. നമ്മൾ ലൈറ്റിംഗ് എങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള സിനിമാറ്റിക് ലുക്കുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ റൂമുള്ള ലൈറ്റ് ഫുൾ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന മെയിൻ ലൈറ്റ് ഓൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൻ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് ക്യാമറ ഉണ്ട്. ഇവിടുന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിലായിട്ടാണ് നമ്മുടെ മെയിൻ ലൈറ്റ്, അതായത് കീ ലൈറ്റ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ SL60 എന്ന് പറഞ്ഞിട്ടുള്ള ഗോഡോക്സിന്റെ ലൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്ക് ലൈറ്റ് ആണ് ഓൺ ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇപ്പൊ നമുക്ക് ഇവിടെ ഷാഡോസ് കാണാനായിട്ട് സാധിക്കും. ഈ ഷാഡോസ് ഒക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിൽ ലൈറ്റ് കൂടി വെക്കേണ്ടതായിട്ടുണ്ട്. ആ ഫിൽ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഷാഡോസ് ഇവിടെ ഫിൽ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 3 ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മെയിൻ ലൈറ്റും, ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും, ഒരു ഫിൽ ലൈറ്റും. ഇങ്ങനെ നമുക്ക് ഈ 3 ലൈറ്റും യൂസ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്ന വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെയാണ് നമ്മുടെ ക്യാമറ ഉള്ളത്. ക്യാമറ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മുടെ ഗോഡോക്സിന്റെ SL60 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഈ ഒരു ലൈറ്റ്, മെയിൻ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൈറ്റാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഉലാൻസി എന്ന ബ്രാൻഡിന്റെ VL110 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ RGB ലൈറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ആൻഡ് ഇതിന്റെ ബാക്ക് ലൈറ്റ് നമുക്ക് മാഗ്നറ്റ്സും കാണാം. ഇത് നമുക്ക് പല പ്ലേസിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. ഫിൽ ലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വിൻഡോ തന്നെയാണ്. കാരണം അത്യാവശ്യം ലൈറ്റ് നമുക്ക് വിൻഡോയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വേറെ ഒരു ലൈറ്റിന്റെ ആവശ്യം വന്നിട്ടില്ല. മറന്നു പോകാതിരിക്കാൻ വേണമെങ്കിൽ ഈ ഒരു ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, അതായത് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ക്യാമറ വരും, ക്യാമറേൻ്റെ സൈഡിലായിട്ട് മെയിൻ ലൈറ്റ് വരും ഒരു 45 ഡിഗ്രി ആംഗിളിൽ. നമ്മുടെ ബാക്ക് ലൈറ്റും കൊടുക്കണം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേഷൻ ലൈറ്റും കൂടി കൊടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ഫിൽ ലൈറ്റ് കൂടി വരും. ഇത് നമ്മുടെ ഷാഡോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റാണ്. ഈ പറഞ്ഞ 3 ലൈറ്റും അതിൻ്റെ ആക്സസറീസും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും.